ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് വീഡിയോയിൽ കുറേ വിശേഷം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ഇന്ന് ഞാനൊരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അതും ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ചോറായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് നിറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുത്തോ. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് ഈസ്റ്റും പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കട്ട കെട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. കാരണം ഫസ്റ്റ് ചോറും തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം ലാസ്റ്റ് വേണം കേട്ടോ ഗോതമ്പ് പൊടി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ. അര മുതൽ 1 മണിക്കൂറോ നിങ്ങളെ എന്താ പറയുക സൗകര്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ മാവ് പൊങ്ങി വരുന്ന ടൈമിൽ ഒരു അടിപൊളി എഗ് റോസ്റ്റ് ഉണ്ടാക്കാം. ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു എഗ് റോസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സവാളയും കുറച്ച് ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില 2 പച്ചമുളക് കുറച്ച് മല്ലിയില ഇത് മാത്രം മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ തക്കാളിയും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് വരിഞ്ഞെടുക്കാം. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ മുളക് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മുളകും ഉപ്പും മാത്രം കലക്കി വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഈ മുട്ടയുടെ ആ ഒരു നമ്മൾ വരഞ്ഞിട്ടുണ്ടായിട്ടില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫസ്റ്റ് കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെളുത്തുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇടണ്ട കേട്ടോ, പകുതി മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 സവാളയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി സവാള നന്നായിട്ട് തന്നെ വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മുട്ട എന്താ പറയുക മുളകൊക്കെ തേച്ച് വെച്ചപ്പോൾ അതിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിന്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കുക. ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള നല്ല സോഫ്റ്റായി കിട്ടുമല്ലോ. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴഞ്ഞ് കിട്ടണം കേട്ടോ. പിന്നെ ഞാനില്ലേ ഒരു കാര്യം വിട്ടുപോയി. ഫസ്റ്റ് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിട്ടില്ലേ അതിൽ വേണം ഫസ്റ്റ് ഒന്ന് ഈ ഒരു മുട്ടയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പെട്ടെന്ന് തന്നെ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടുപോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം പാൻ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ മുളകൊക്കെ തേച്ച് വെച്ച മുട്ടയില്ലേ അത് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വേണം കേട്ടോ അതിലോട്ട് നമ്മുടെ സവാളയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഓയിലിൽ തന്നെ ഈ ഒരു സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ മാത്രമേ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ നേരത്തെ സവാള വഴറ്റുമ്പോൾ ഓയിൽ ഒഴിച്ചതല്ലേ. അപ്പോൾ ഈ ഒരു അതുകൊണ്ട് ഞാൻ സവാളയൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ആ ഒരു പാനിൽ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന് കേട്ടോ ഈ ഒരു മുട്ടയൊക്കെ. അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അല്ലാണ്ട് നമ്മൾ മുളക് തേച്ചിട്ട് അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ വെറും മുട്ട മാത്രം അങ്ങനെ ഇട്ട് കഴിയുമ്പം അത്ര ഒരു മുട്ടയിൽ ഉപ്പും പുളിയൊന്നും പിടിക്കാത്ത പോലെ ഉണ്ടാവാം കേട്ടോ, ഉപ്പും എരിവൊന്നും. ഇനി ഞാൻ ആ ഒരു പാനിലോട്ട് തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് മുട്ട ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി സാധാ പോലെ നോർമലായിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച പോലെ. അപ്പോൾ ആ ഒരു ഓയിലിൽ തന്നെ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും അതൊക്കെ ഇട്ട് വഴറ്റിയിട്ട് സവാളയും കൂടി ഇട്ട് ഇതേപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള നന്നായിട്ട് തന്നെ വഴഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ഇതിലോട്ട് ആവശ്യമില്ല കേട്ടോ. ഇനി ആ മുളക് പൊടിൻ്റെയൊക്കെ ഒരു റോസ് സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ഓയിലൊക്കെ കടന്നിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടില്ലേ പകുതി
വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് ഈ ഒരു ടൈമിൽ ചേർത്ത് കഴിയുമ്പോൾ എന്നിട്ട് ആ ഒരു വെളുത്തുള്ളീൻ്റെ നല്ല ഒരു ഫ്ലേവർ കിട്ടുക. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ര കിട്ടുന്ന പോലെ എനിക്ക് തോന്നലില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാറ്റിനും ചെയ്യൽ പകുതി പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ മുട്ടയിൽ ആക്കി വെച്ച മുളകില്ലേ, അതിലോട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒന്ന് ആക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 1 ടേബിൾ സ്പൂൺ മാത്രം മുളക് പൊടി ഇട്ടത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ചിട്ട് ചെയ്യാട്ടോ. അതൊക്കെ അവരൊരു ഇഷ്ടമല്ലേ, എരിവ് കൂടുതലും കുറവൊക്കെ വേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റാണ്, അത്ര വലിയ എരിവൊന്നുമില്ല. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തീരെ എരിവൊന്നും ഇല്ല കേട്ടോ. ആ ഒരു പച്ചമുളകിൻ്റെ എരിവൊക്കെ മാത്രമേ ഉണ്ടാവൂ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പം നമ്മൾ ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു എന്താ പറയുക, ഉള്ളിയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, കാരണം അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ആ ടൈമിൽ ഇതേ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് തലേന്ന് തന്നെ മാവ് അരച്ച് വെക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പാലപ്പം നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾ പോകുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ മാവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് അത് കാണിക്കാൻ വിട്ടുപോയി. ഈ ഒരു മാവ് അരച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറൊക്കെ മതി കേട്ടോ നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. രാവിലെ വേഗം തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഫസ്റ്റ് മാത്രമേ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ബ്രഷ് ചെയ്ത പാടന്നെ നമ്മൾ ടിഷ്യൂ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കണം. ഓയിൽ എന്താ പറയുക, ഓയിൽ ഇതിൽ ആക്കാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് അങ്ങനെ ഫസ്റ്റ് മാത്രം ആക്കും. പിന്നെ ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക മാത്രമേ ചെയ്യൂ. അപ്പോൾ ഇതേ കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പാലപ്പൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ ഈ ഒരു എഗ് റോസ്റ്റിലോട്ട് കുറച്ചൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയി പോയിട്ടുണ്ട് അതിന് ഇതിങ്ങനെ വെച്ചപ്പോൾ. ഈ ഒരു ഉള്ളിയില്ലേ, ഈ ഒരു സവാളയൊക്കെ നല്ല എന്താ പറയുക, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ വഴഞ്ഞിങ്ങനെ കിട്ടണം കേട്ടോ. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലപ്പൊക്കെ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് കുറേ ടൈം കഴിഞ്ഞിട്ടാട്ടാ അലക്കലും അതൊക്കെ മെഷീനിലൊക്കെ ഇട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാട്ടാ ഫുഡ് കഴിക്കുന്നത്. അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടില്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിട്ടില്ലേ പത്തിരിപ്പൊടിൻ്റെ റെസിപ്പി, അപ്പോൾ അത് ഇന്ന് ഞാൻ പൊടിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ച്. നിങ്ങൾ 2-3 കുറേ ആൾക്കാർ കമൻറ്റിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വ്ളോഗ് ഇട്ടപ്പോൾ കണ്ടിട്ടുണ്ടായിന്. പിന്നെ എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഉള്ളത് നമ്മൾ തീർന്നു കഴിഞ്ഞാലല്ലേ വീണ്ടും ചെയ്യുമ്പോഴല്ലേ കാണിക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഞാനിന്ന് അത് പൊടിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ ഞാൻ അതിന് വേണ്ടിയിട്ടില്ലേ ബോധന അരിയില്ലേ, എന്താ പറയുക, ശിവബോധന, ആ ഒരു അരിയാണ് പത്തിരിന് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കൽ. ബോധന സെക്കൻഡ് അങ്ങനെ പറയണം കേട്ടോ, ഫസ്റ്റ് അല്ല സെക്കൻഡ്. അപ്പോൾ അത് ഞാൻ 3 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി 1.5 കിലോ പച്ചരി അങ്ങനെയാണ് ഞാൻ എടുക്കൽ. ഇത് പൊടിപ്പിക്കുമ്പോൾ പത്തിരിൻ്റെ പൊടി പൊടിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് എടുക്കൽ. ഇങ്ങനെ അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് തന്നെ, എൻ്റെ കയ്യിൽ ചെറിയ ഇത് പാത്രം ഉള്ളത് കൊണ്ടാട്ടെ ഇങ്ങനെ ഓരോ തവണയായിട്ട് കഴുകുന്നത്. നിങ്ങൾ വലിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അരി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയിട്ട് നമ്മൾ ചിലവർ വെയിലൊക്കെ വേണം ഇത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ചിലർ പറയുന്നത് കേൾക്കലുണ്ട്. അങ്ങനെ വലിയ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വെയിലത്ത് വെച്ചിട്ടൊന്നും അല്ല ഈ ഒരു അരി ഉണക്കിയെടുക്കുക. വീട്ടിൽ തന്നെ ഫാനിൻ്റെ ആ ഒരു കാറ്റിന് തന്നെ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരെയും നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സ്റ്റെയിനറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് തന്നെ വാർന്നെടുക്കണം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് തന്നെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് ഉണക്കാൻ വേണ്ടി ഇടാം. അപ്പോൾ ഞാൻ കട്ടിയുള്ളൊരു തോർത്ത്, ഇങ്ങനെയുള്ള കട്ടിയുള്ള കോട്ടൻ്റെ എന്തെങ്കിലും ഒരു തോർത്തോ ഒരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ കുറച്ചുണ്ടായിരുന്നൊന്നും പ്രശ്നമൊന്നുമില്ല, എന്നാലും നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫാൻ്റെ കാറ്റിന് തന്നെ ഒന്ന് എന്താ പറയുക ഉണക്കിയെടുത്താൽ മതി. ഇങ്ങനെ തന്നെ നന്നായി നിരത്തി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളതും കൂടി കഴുകിയിട്ട് വരുമ്പോഴേക്കും അത് ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടും. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് എന്താ പറയുക ആ ഒരു തുണിയിലോട്ടൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കിക്കോ. അങ്ങനെ വെയിൽ കൊള്ളണം, വെയിലത്ത് തന്നെ ഇടണം എന്നൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാട്ടോ ഞാൻ അരി പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ഇങ്ങനെ ഫാൻ്റെ താഴത്ത് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടെ ഒന്നിങ്ങനെ ഇളക്കിയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഇനി ഇതൊന്ന് പൊടിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഫോൺ വിളിച്ചാൽ തന്നെ അപ്പം തന്നെ അവർ വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളും കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പൊടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇത് കൊടുത്തിട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അരിപ്പൊടി പൊടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ആ ഒരു ചൂട് നല്ല ചൂടിലാട്ടോ ഉണ്ടാവുക കൊണ്ടുവന്നപാട്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഒന്ന് തുറന്നിട്ട് കുറേ ടൈം നന്നായിട്ട് തന്നെ തണുക്കുന്നവരെ ഇങ്ങനെ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കണം. ഞാനില്ലേ ആദ്യമൊക്കെ അങ്ങനെ തന്നെ നമ്മുടെ ടൈമിലാകുമ്പോൾ കണ്ടെയ്നറിലോട്ട് മാറ്റാമെന്നൊക്കെ വിചാരിച്ചു എന്തെങ്കിലും തിരക്കുള്ള സമയത്ത് അതൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുവെക്കും. എന്നിട്ട് നമ്മൾ കണ്ടെയ്നറിൽ മാറ്റുന്നത് ചിലപ്പോൾ കുറേ മണിക്കൂർ കഴിഞ്ഞിട്ടാവും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തണിഞ്ഞു കഴിഞ്ഞാൽ ആ അരിപ്പൊടി പിന്നെ ഒന്നിനും കൊള്ളൂല. കാരണം അത്രക്ക് എന്താ പറയുക നന്നായിട്ട് കിട്ടുകയേ ചെയ്യില്ല, ഒരു പശ പോലെയൊക്കെ ആയിപ്പോവും നമ്മൾ കുഴക്കുന്ന സമയത്ത്. അതെനിക്ക് അനുഭവമുള്ളതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഒരു 2-3 മണിക്കൂർ വരെ നല്ലൊരു സ്ഥലത്ത് ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ ഹോളിൽ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് വേറെ പ്രാണികളോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ഇതുപോലെ ഒന്ന് കുറച്ച് ടൈം തുറന്ന് വെക്കുക. കിച്ചണിലോ അങ്ങനെ തുറന്ന് വെക്കുക. നമ്മൾ പണിയൊക്കെ എടുക്കുന്ന ടൈമിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ തന്നെ തുറന്ന് വെച്ച് നന്നായി തണുത്ത് കഴിഞ്ഞാൽ മാത്രം ഇതുപോലെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും റെഡിയായി കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അരിപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ അരിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എനിക്കൊന്ന് ഉമ്മാൻ്റെ വീട്ടിൽ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിത്തേക്കുള്ള ഫുഡൊന്നും ആക്കേണ്ട ആവശ്യമില്ല, അതുപോലെ ഉച്ചക്കും ഫുഡാക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ശനിയാഴ്ച കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിന്, അപ്പോൾ അത് ഫുഡിനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പണിയൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ അന്നൊരു വീഡിയോ കാണിച്ചപ്പോൾ ഒരു പഴത്തിൻ്റെ റെസിപ്പി കാണിച്ചപ്പോൾ അതിൽ ഞാൻ എങ്ങനെയാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെയും താഴെയൊക്കെയുള്ള ബ്രെഡ് നമ്മൾ ഉപയോഗിക്കില്ലല്ലോ, കുറച്ച് കട്ടിയുള്ള ടൈപ്പല്ലേ, മേലെയും താഴെയുള്ള വരുന്ന പീസ്, അതുപോലെ തന്നെ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത പീസ്, അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഫ്രൈ പാനിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും.
അപ്പോൾ കേടൊന്നും വരികയേ ചെയ്യില്ല. കുറേ കാലം വരെ കേട് വരാണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല അടിപൊളി നമ്മൾ റസ്ക്കൊക്കെ പൊടിച്ച പോലെയുള്ള ബ്രെഡ് ക്രംസ് ഇപ്പം ഇങ്ങനെ റെഡിയാക്കി കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേന്നത്തെ മന്തി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലാക്കും കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അന്ന് പിറ്റേന്ന് ഉച്ചയ്ക്ക് അങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഇതുപോലെയുള്ള ചെറിയ ചെറിയ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് എപ്പോഴും ടൈം കളയണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടിയുണ്ട്, ബർത്ത്ഡേ പാർട്ടിയാണ്. അങ്ങനെ പരിപാടിയൊന്നും പറയാനൊന്നുമില്ല, നമ്മൾ മാത്രം അങ്ങനെ വെറുതെ എപ്പോഴും കുട്ടികൾക്ക് അതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുഡിങ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി റെഡിയാക്കിയിട്ട് അപ്പോൾ ഇന്ന് രാത്രിത്തെ ഫുഡിൻ്റെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് വലിയൊരു സമാധാനമാണ്. അപ്പോൾ വേഗം പുഡിങ് റെഡിയാക്കിയിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഇതാണ് കേട്ടോ പുഡിങ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നോക്കിയിട്ട് അപ്ലോഡ് ആക്കാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഞാനങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.